കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ കപ്പുകൾ ഇതുപോലെ ഒരു പിരമിഡായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു സ്ട്രോയും കൂടി ആവശ്യമാണ്. നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സ്ട്രോ ഉപയോഗിച്ച് വളരെ സാവധാനം ഓരോ പേപ്പർ കപ്പും നമ്മൾ ഊതി പുറത്തേക്ക് തള്ളി മാറ്റണം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, കോൺസെൻട്രേഷൻ കുറവുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ ഈ ഒരു ആക്ടിവിറ്റി വളരെ നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് അവരുടെ അറ്റൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, ക്ഷമയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ടഫായിട്ടൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ആരാധ്യയാണ് ചെയ്യുന്നത്. 7 വയസ്സാണ് മോൾക്ക്. പക്ഷേ ആള് കുറച്ച് ഹൈപ്പറാണ്. അത് കാരണം മിക്കവാറും ഊതുമ്പോൾ നിലത്ത് വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? നിലത്ത് വീണാലും സാരമൊന്നുമില്ല കേട്ടാ. അപ്പോൾ ആദ്യം നമ്മുടെ മേലത്തെ പതുക്കെ പതുക്കെ തൊടാൻ പാടില്ല കേട്ടാ. തൊടാതെ ഊതി നമ്മൾ പുറത്തേക്ക്. യാ, വെരി ഗുഡ്, സൂപ്പർ. ഇനി അടുത്ത നമ്മൾ യാ ഗുഡ്, കൊള്ളാലോ. യാ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുറച്ച് ഹൈപ്പർ ആയതുകൊണ്ട് നമുക്ക് നല്ല ടഫാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ടച്ച് ചെയ്യാതെ സ്ലോലി നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യാം കേട്ടാ. ഊതിക്കോ. കുറച്ചും കൂടി യാ, ശ്രദ്ധിച്ച് ഊതി ഓരോന്നായിട്ടും. വെരി ഗുഡ്. യാ, കൊള്ളാലോ. നല്ല മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗുഡ്, വെരി ഗുഡ്. ടച്ച് ചെയ്യരുത്. ദെൻ ലാസ്റ്റത്തെ നമുക്കിതുപോലെ തന്നെ ബ്ലോ ചെയ്ത് പുറത്തേക്ക് കളയാം. സോ മോള് കുറച്ച് ഹൈപ്പർ ആയതുകൊണ്ടാണ് സ്പീഡിൽ വരുന്നത്. നമ്മൾ എത്രത്തോളം സ്ലോലി ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം പതുക്കെ ചെയ്യണം കേട്ടോ. സോ ഓരോന്നും മാത്രമേ നമ്മൾ നിലത്ത് വീഴാനായിട്ട് പാടുള്ളൂ. ആദ്യമൊക്കെ വരുമ്പോൾ തെറ്റ് സംഭവിക്കും. പിന്നെ ഡ്യൂ ടു പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഒരു ബൈ പറഞ്ഞേ. ബൈ.